നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓദായി കിഴക്കി ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്തുവാൻ വനം വകുപ്പ് എത്തുകയും പടക്കങ്ങളും മറ്റും ഉപയോഗിച്ച് ആനയെ തുരത്തുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആനയുടെ ആക്രമണത്തിൽ കല്യാണി കൊല്ലപ്പെട്ടത്. ആനയെ തുരത്തി ഓടിക്കുന്നതിന് മുൻപ് പ്രദേശത്തെ മെമ്പർമാരെയോ പഞ്ചായത്ത് അധികൃതരോ പ്രദേശത്തുള്ള ആളുകളെയോ വനപാലകർ അറിയിക്കുകയോ ജാഗ്രതാ നിർദ്ദേശം നൽകുകയോ ചെയ്തിരുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലെത്തിച്ച മൃതദേഹം തടഞ്ഞ് നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധിച്ചു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും കുടുംബത്തിന് അർഹമായ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാർ പ്രതിഷേധിച്ചത്. തുടർന്ന് നിലമ്പൂർ DFOP ധനേഷ് കുമാർ സ്ഥലത്തെത്തുകയും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറുവാനും ബാക്കി തുക തഹസീൽദാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നൽകാമെന്നും നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വന്യമൃഗശല്യം തടയുവാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും DFO പറഞ്ഞു. തുടർന്ന് മൃതദേഹം രാത്രിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഈ പ്രദേശത്ത് 15 ദിവസത്തിലധികമായി വനപാലകർ ആനയെ തിരഞ്ഞു വരുന്നുണ്ട്. ആന ഇറങ്ങിയെന്ന വിവരമറിഞ്ഞ കല്യാണി കളിക്കാൻ പോയ പേരക്കുട്ടിയെ തിരഞ്ഞ 100 മീറ്റർ അകലെയുള്ള കമ്പിക്കയം ചോലയിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് വനംവകുപ്പ് തുരത്തിയോടിച്ച ആന പാഞ്ഞെത്തി കല്യാണി ആക്രമിക്കുകയായിരുന്നു. കളിക്കാൻ പോയ അഭിൻ കൃഷ്ണ കൂട്ടുകാരനൊപ്പം അച്ഛൻ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെ കാട്ടാന റോഡിനു കുറുകെ ഓടിപ്പോകുന്നത് കാണുകയും ചെയ്തിരുന്നു. ചോലാറ മലയിൽ 60 ആദിവാസി കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. ആനശല്യം കാരണം ഏറെ ഭീതിയിലാണ് ഇവർ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഏക അധ്യാപക വിദ്യാലയം 3 വർഷത്തിനു മുൻപ് സർക്കാർ നിർത്തലാക്കി. ഇതോടെ ഇവിടുത്തെ കുട്ടികൾ മലയിറങ്ങി 5 കിലോമീറ്റർ താഴെയുള്ള ചാത്തല്ലൂർ സർക്കാർ സ്കൂളിലാണ് പഠിക്കാനെത്തുന്നത്. 3 വർഷം മുൻപ് ഓടക്കയം മലയുടെ എതിർഭാഗത്തു നിന്നും കാട്ടാനയെ തുരത്തുന്നതിനിടെ ആദിവാസിയായ കടിഞ്ഞിമുത്തൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് കല്യാണിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. വളർത്തുനായ്ക്കളെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കടിച്ചുകൊണ്ടുപോകുന്നത് പതിവായിട്ടുണ്ട്. കൂടുതൽ പേരും ടാപ്പിംഗ് തൊഴിലാളികളാണ്. വെളുപ്പിനെയുള്ള ജോലിക്ക് പോകുന്നത് ഏറെ ഭയത്തോടെയാണെന്നാണ് ഇവർ പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം ആന സമീപത്തെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്ന നിഗമനത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വനം വകുപ്പ് ആരംഭിച്ചു. ആനയെ തുരത്തുവാൻ രാവിലെ നിലമ്പൂരിൽ നിന്നെത്തിയ RRT സംഘത്തിന് നേരെ കപ്പക്കല്ല് ഭാഗത്ത് വെച്ച് ആന പാഞ്ഞെടുക്കുകയും തുടർന്ന് സംഘം രക്ഷപ്പെടുകയുമായിരുന്നു. 40 അംഗ RRT സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. കിഴക്കേ ചാത്തല്ലൂരിൽ ആനയുടെ ആക്രമണത്തിൽ കല്യാണി മരിക്കുന്നത് മകൻ ജിൽജുവിനോട് ഫോണിൽ സംസാരിക്കുന്നതിനിടെയാണ്. ആനയുടെ മുൻപിൽപ്പെട്ട അമ്മയുടെ കരച്ചിൽ ജിൽജുവിന്റെ നെഞ്ചിൽ മുഴങ്ങുകയാണ്. അമ്മയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് ഫോണിലൂടെ കേൾക്കുമ്പോൾ അത് എന്നേക്കുമായി നിലയ്ക്കുകയാണെന്ന് കരുതിയില്ല. പതിവ് പോലെ രാവിലെ ഓട്ടുപാറക്കുണ്ട് മലയിൽ ടാപ്പിങ്ങിന് പോയതായിരുന്നു. ഭാര്യ എടവണ്ണയിൽ ജോലിക്ക് പോയിരുന്നു. ടാപ്പിങ്ങിന് പോയതിനു ശേഷമാണ് പ്രദേശത്ത് ആനയെ അകറ്റുവാൻ വനപാലകർ എത്തിയ വിവരം അറിഞ്ഞത്. മകൻ അഭിൻ കൃഷ്ണ കൂട്ടുകാർക്കൊപ്പം കമ്പിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കുവാനും ആ ഭാഗങ്ങളിൽ കളിക്കുവാനും പോകാറുണ്ട്. അമ്മയോട് കരുതിയിരിക്കണമെന്ന് പറയാനായിരുന്നു ഫോണിൽ വിളിച്ചത്. അച്ചുവിനെ തിരഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അമ്മ പറഞ്ഞായിരുന്നു ജിൽജു അറിയുന്നത്. സംസാരിക്കുന്നതിനിടെ വാക്കുകളെറ്റു. ഫോണിൽ മറുതലയ്ക്കിൽ നിന്ന് കരച്ചിൽ കേട്ടു. ആനയെ കണ്ടിട്ടുണ്ടാകാമെന്നും പേടിച്ചു കരയുകയാണെന്നുമാണ് ആദ്യം കരുതിയത്. പിന്നീട് സംസാരം കേൾക്കാതിരുന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചുവെങ്കിലും മറുപടി ഉണ്ടായില്ല. ഫോൺ എടുക്കാതെ വന്നപ്പോൾ ജോലി നിർത്തി അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീണ് കിടക്കുന്നത് കണ്ടത്. ഫോൺ കയ്യിൽ പിടിച്ച നിലയിലായിരുന്നുവെന്നാണ് ജിൽജു പറഞ്ഞത്. അച്ചു കമ്പിക്കയത്തേക്ക് പോകാതെ സമീപത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയതായിരുന്നു. ഇക്കാര്യം അറിയാതെയാണ് ഈ പേരക്കുട്ടിയെ തിരഞ്ഞിറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ മേക്കാവ് കപ്പക്കല്ല് ഭാഗങ്ങളിൽ ആന വിരട്ടുവാൻ വനപാലകരുണ്ട്. ഇവിടെ നിന്ന് കമ്പിക്കയം വെള്ളച്ചാട്ടം മറികടന്നാണ് ആന പ്രദേശത്ത് സ്ഥലത്ത് എത്തിയതെന്നാണ് കരുതുന്നത്. കല്യാണിയുടെ ചെറിയമ്മ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇതിനിടെ തന്നെ ഛത്തീസ്ഗഡിലെ സർഗുജ ഡിവിഷനിൽ ആനയുടെ ആക്രമണത്തിൽ ദാരുണമായ ഒരു സംഭവം അരങ്ങേറിയതിന് പിന്നാലെ മരിച്ചയാളുടെ സർക്കാർ നഷ്ടപരിഹാരത്തെ ചൊല്ലി അസാധാരണമായ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. മരിച്ച സാലിക് റാം ടോപ്പോയ്ക്ക് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിയാമായിരുന്നിട്ടും ഇപ്പോൾ 6 സ്ത്രീകൾ തങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യമാരെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഓരോരുത്തരും തങ്ങൾക്ക് നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു വിഹിതം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ഛത്തീസ്ഗഡിലെ പത്തൽഗാവ് വനമേഖലയിലെ ബാൽസർ ചിംഡാപാനി ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ആനയുടെ ആക്രമണത്തിലാണ് സാലിഗ്രാം ടോപ്പോയ്ക്ക് ജീവൻ നഷ്ടമായത്. സാലിഗ്രാമിന്റെ മരണശേഷം 6 സ്ത്രീകളും അവരുടെ കുട്ടികളും മുന്നോട്ട് വരികയായിരുന്നു. തങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യമാരാണെന്നും സർക്കാർ നഷ്ടപരിഹാരത്തിന് അർഹരാണെന്നും അവർ അവകാശപ്പെട്ടു. ഈ അസാധാരണ സാഹചര്യം ഗ്രാമത്തിൽ വ്യാപകമായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. 6 സ്ത്രീകളും അവരുടെ കുട്ടികളും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും നഷ്ടപരിഹാരത്തിന് നിയമാനുസൃത സ്വീകർത്താക്കളാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു.
സാലിഗ്രാം ഈ സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരും 2 മുതൽ 3 വരെ കുട്ടികളുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ അവരെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുമാണ് പ്രാദേശിക റിപ്പോർട്ടുകളിൽ പറയുന്നത്. സാലിഗ്രാമിന്റെ അവസാന നാളുകളിൽ ഒരു ഭാര്യയും മകൻ ഭഗവത് ടോപ്പോയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് എന്നതിനാൽ തന്നെ ഈ ഗ്രാമവാസികൾ ഈ സംഭവത്തിൽ അമ്പരപ്പിലാണ്. ഈ 6 ഭാര്യമാരുടെയും അപ്രതീക്ഷിത വരവ് ഇപ്പോൾ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാൻ പഞ്ചനാമ രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയുമാണ്. സാഹചര്യത്തിൽ സങ്കീർണത വനം വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. സാലിഗ്രാമിന്റെ മുൻ ഭാര്യമാരുടെ മക്കളും മരുമക്കളും നഷ്ടപരിഹാരത്തിന്റെ വിഹിതം ആവശ്യപ്പെട്ട് ഓഫീസിനെ സമീപിച്ചു. എങ്കിലും തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ പഞ്ചായത്തിന്റെ അനുമതി തേടുകയും സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്ത ശേഷമേ നഷ്ടപരിഹാരത്തെക്കുറിച്ച് തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് വകുപ്പ് വ്യക്തമാക്കി. സാലിഗ്രാമുമായുള്ള വിവാഹം തെളിയിക്കുന്ന സാധുവായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കൂവെന്നും വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ആനയുടെ ആക്രമണം തീർത്ത ദുരന്തം ഇപ്പോൾ ഒരു കുടുംബ തർക്കത്തിന്റെ രൂപത്തിൽ നിയമപരവും സാമൂഹികവുമായ സങ്കീർണതകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ അസാധാരണ സാഹചര്യം എങ്ങനെ പരിഹരിക്കുമെന്നും നഷ്ടപരിഹാരത്തിന് ആര് അർഹരാകുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.